USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। USS ഉറുദു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പേഷോं के नाम, नेम ऑफ ऑक्यूपेशंस और नेम ऑफ ജോബ്സ്, തൊഴിലുകളുടെ പേര്. USS പരീക്ഷയായാലും മറ്റു മത്സര പരീക്ഷയായാലും ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വിഷയവും നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, തയ്യാറല്ലേ? അച്ഛാ, ലോകത്ത് ഒരുപാട് തൊഴിലുകളുണ്ട്. ആ തൊഴിലുകളൊക്കെ നാം പേരിട്ട് വിളിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ നാം വിളിക്കുന്ന പേരിനൊക്കെ ഉറുദുവുമുണ്ട്. റെഡിയല്ലേ ബച്ചോ? ആദ്യം നമുക്ക് തൊഴിലിന് ഉറുദുവിൽ എന്താ പറയുക എന്ന് നമുക്ക് നോക്കാം. പേഷ, കാം, നൗകരി, മസ്ദൂരി അല്ലേ? ഇതൊക്കെ ഉറുദുവിൽ തൊഴിലിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. പിന്നെ തൊഴിലാളികൾക്കും ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട് ഉറുദുവിൽ. പേഷാവർ, ഖാം കർനെ വാല, നൗക്കർ, മസ്ദൂർ, ഇത്തരം പദങ്ങൾ ഒക്കെ തൊഴിലാളികൾക്ക് പറയുന്ന ഉറുദുവിലെ മുത്തറാദിഫായ പദങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പേരുകളിലേക്കൊന്ന് നോക്കാം. റെഡി? മലയാളത്തിലും ഉറുദുവിലും പറയുന്ന ഒരുപാട് തൊഴിലുകളുടെ പേരുകളുണ്ട്, ധാരാളമുണ്ട് അല്ലേ? ഒരുപക്ഷെ മലയാളത്തിൽ നിന്നും ഉറുദു എടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഉറുദുവിൽ നിന്നും മലയാളം വാങ്ങിയതായിരിക്കും അല്ലേ? കറി വിറ്റ് കാറ് വാങ്ങിയൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ്, നമ്മുടെ മലയാളത്തിലാണ് കറി, ആ കറി ഇംഗ്ലീഷുകാർക്ക് കൊടുത്ത് ഇംഗ്ലീഷുകാരിൽ നിന്നും കാറ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കാറ് എന്നത് ഇംഗ്ലീഷിലുള്ള വേർഡാണ്, അത് മലയാളികളായ നമ്മൾ വാങ്ങി, കറി വിറ്റ് കാറ് വാങ്ങി. അങ്ങനെ ഭാഷകൾ മുഴുവനും ഒരുപാട് പദങ്ങൾ മറ്റു ഭാഷകൾക്ക് കൊടുത്ത് ആ ഭാഷകളിൽ നിന്നും നമ്മൾ വാങ്ങുകയും മറ്റു ഭാഷകൾ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം പദങ്ങൾ നമുക്ക് ആദ്യം നമ്മുടെ തൊഴിൽ മേഖലയിൽ ഒന്ന് പരിശോധിക്കാം. അതിൻ്റെ പേരുകളിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റെഡി? ഒന്ന് നോക്കാം. വക്കീൽ കേട്ടിട്ടുണ്ടാവും. വക്കീൽ, ഇംഗ്ലീഷിൽ അഡ്വക്കേറ്റ്, ലോയർ എന്നൊക്കെ പറയാം. ഉറുദുവിൽ വക്കീൽ, വക്കീൽ. അതുപോലെ തന്നെ ഖജാൻജി കേട്ടിട്ടുണ്ടാവും. കേശർ, ഖജാൻജി, ഉറുദുവിൽ ഖസാൻജി. മറ്റൊന്ന് ഉറുദുവിൽ സിപ്പാഹി, സിപ്പാഹി. മലയാളത്തിൽ ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കാറുണ്ട് ശിപ്പായി. നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ ശിപ്പായി ലഹളയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ശിപ്പായി, ഉറുദുവിൽ സിപ്പാഹി. പോലീസ്, പട്ടാളം, അതൊക്കെ സിപ്പാഹി എന്നാണ് ഉറുദുവിൽ പറയുന്നത്. മറ്റൊരു പദം നോക്കൂ. മലയാളത്തിൽ ദല്ലാൾ കേട്ടിട്ടുണ്ടോ? ദല്ലാൾ. ഇംഗ്ലീഷിൽ ബ്രോക്കർ, ഉറുദുവിൽ ദല്ലാൽ, ദല്ലാൾ, ദല്ലാൽ. അതുപോലെ മലയാളത്തിൽ മറ്റൊരു പദം കപ്പിത്താൻ. ആരാ കപ്പിത്താൻ? ആരാണ്? അതെ, കപ്പലുകളൊക്കെ ഓട്ടുന്നവർക്കാണ് കപ്പിത്താൻ എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. അത് ഉറുദുവിലാവുമ്പോൾ കപ്താൻ. എന്ത്? കപ്താൻ. ഇതുപോലെ
നമ്മൾ മലയാളവും ഉറുദുവും ഒരുപോലെ ഉപയോഗിച്ചത് കണ്ടില്ലേ? അതുപോലെ ഇംഗ്ലീഷും ഉറുദുവും ഒരുപോലെ ഉപയോഗിച്ച കുറച്ച് പദങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം. തയ്യാർ ഹൈന? റെഡിയല്ലേ? ഓക്കെ, നോക്കാം. ഡ്രൈവർ, ഉറുദുവിൽ ഡ്രൈവർ. നേഴ്സ്, ഇംഗ്ലീഷിൽ നേഴ്സ്, ഉറുദുവിൽ നേഴ്സ്. എഞ്ചിനീയർ, ഉറുദുവിൽ എഞ്ചിനീയർ. ടീച്ചർ, ഉറുദുവിലും ടീച്ചർ. ഒന്നും കൂടെ ഉപയോഗിക്കാറുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നത് ഉസ്താദ് അല്ലെങ്കിൽ മുഅല്ലിം. ഉസ്താദ്, മുഅല്ലിം, ടീച്ചർ. ഓക്കെ. ഡാക്ടർ, ഉറുദുവിൽ ഡാക്ടർ, ഇംഗ്ലീഷിൽ ഡോക്ടർ. ഡാക്ടർ എന്നുള്ളതിന് ഉറുദുവിൽ മറ്റൊരു പദം കൂടെ ഉണ്ട്, തബീബ്. തബീബ്, ഡാക്ടർ. ഓക്കെ. ഇതുപോലെ നമുക്ക് പരിചയമുള്ളതും ഇഷ്ടം പോലെ പദങ്ങളുണ്ട്. നമ്മൾ മുൻ ക്ലാസ്സുകളിലും 7ാം ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ച ഒരുപാട് പദങ്ങളും നമുക്ക് പരിചയമുണ്ട്. നോക്കിയാലോ? റെഡി? കിസാൻ, ആരാ കിസാൻ? കർഷകൻ. അച്ഛാ, ധോബി, നമ്മൾ പഠിച്ചതാ, ധോബി, അലക്കുകാരൻ. മറ്റൊന്ന് ശിക്കാരി, കേട്ടിട്ടുണ്ടോ? ശിക്കാരി ശംഭു. അച്ഛാ, ശിക്കാരി. എന്താ ശിക്കാരി എന്ന് പറഞ്ഞ? ശിക്കാരി, വേട്ടക്കാരൻ. അച്ഛാ, മറ്റൊരു വാക്ക് മിസ്തരി, കേട്ടിട്ടില്ലേ? മിസ്തരി മലയാളത്തിൽ തന്നെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, മേസിരി എന്നൊക്കെ അർത്ഥത്തിൽ. കൽപ്പണിക്കാരനാണ് മിസ്തരി. ഓക്കെ. ആശാരിക്ക് ഉറുദുവിൽ പറയുന്നത് ഭടൈ, ഭടൈ. ഇതുപോലെ ഒരുപാട് പദങ്ങൾ നമുക്ക് പരിചയമുള്ളതും മലയാളത്തിലുള്ളതും അതുപോലെ ഉറുദുവിൽ ഉപയോഗിക്കുന്നതും ഇംഗ്ലീഷിലുള്ളതും അതുപോലെ ഉറുദുവിൽ ഉപയോഗിക്കുന്നതും ഒരുപാട് പദങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പരിചയപ്പെട്ടാലോ? എല്ലാവരും നോട്ട് പുസ്തകം എടുത്ത് വൃത്തിയായിട്ട് എഴുതിയെടുക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ. വക്കീൽ, വക്കീൽ, അഡ്വക്കേറ്റ്. ഖസാൻജി, ഖജാൻജി, കേശർ. ദല്ലാൽ, ദല്ലാൾ, ബ്രോക്കർ. കപ്പിത്താൻ, കപ്താൻ, കപ്പിത്താൻ. ഡ്രൈവർ, ഡ്രൈവർ. നേഴ്സ്, നേഴ്സ്. എഞ്ചിനീയർ, എഞ്ചിനീയർ. കിസാൻ, കർഷകൻ. ശിക്കാരി, വേട്ടക്കാരൻ. ടീച്ചർ, അധ്യാപകൻ. ഉസ്താദ് അല്ലെങ്കിൽ മുഅല്ലിം, ഇതും ഉപയോഗിക്കും. ഡാക്ടർ, ഡോക്ടർ. തബീബ്, മറ്റൊരു പേര് തബീബ്. മിസ്തരി, കൽപ്പണിക്കാരൻ. രാജ്, മറ്റൊരു പേര് രാജ്. ഡാക്കിയ, പോസ്റ്റ്മാൻ. സുനാർ, സ്വർണ്ണപ്പണിക്കാരൻ. ലോഹാർ, കൊല്ലൻ. ഭടയി, ആശാരി. കുംഹാർ, കുശവൻ, മൺപാത്രം നിർമ്മിക്കുന്നവർ. മോച്ചി, ചെരുപ്പ് കുത്തി. ദർസി, ടൈലർ, നെയ്ത്തുകാരൻ. മാലി, തോട്ടക്കാരൻ. ചൗക്കിദാർ, പാറാവുകാരൻ. ധോബി,
അലക്കുകാരൻ. ബാവർച്ചി പാചകക്കാരൻ. നായി ബാർബർ അല്ലെങ്കിൽ ഹജാം. അദാക്കാർ നടൻ. അദാക്കാര നടി. ഖിലുക്കാർ ഗായകൻ. മുൻഷി ക്ലർക്ക്. ചപ്രാസി പ്യൂൺ. ഫൗജി പട്ടാളക്കാരൻ. ലക്കഡ്ഹാര വിറകുവെട്ടുകാരൻ. മല്ലാഹ് തോണിക്കാരൻ. സഹാഫി പത്രപ്രവർത്തകൻ. നാസിം മാനേജർ. താജിർ കച്ചവടക്കാരൻ. ദുഖാൻദാർ കടക്കാരൻ. നെൽസാസ് പ്ലംബർ. ജഡ്ജി അല്ലെങ്കിൽ കാസി. ഫൻകാർ ആർട്ടിസ്റ്റ്. ഹായ് പ്യാരെ ദോസ്തോ, ഇനി നമുക്ക് ഇതിൽ വരാവുന്ന മറ്റൊരു മേഖല, മറ്റൊന്ന്, നമ്മളിപ്പോൾ തൊഴിലാളികളുടെ പേര്, തൊഴിലിൻ്റെ പേരിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി അവർ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്ത് ജോലിയാണ് എടുക്കുന്നത്, ഇതും കൂടെ പലപ്പോഴും ചോദ്യത്തിൽ വരാറുണ്ട്. അതും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഉദാഹരണമായിട്ട് നമുക്കൊന്ന് പറയാം. കർഷകൻ. കർഷകൻ എന്താ ഉറുദു പറയാം? ബതായിയേ. ഹാച്ചാ കിസാൻ അല്ലേ? കിസാൻ എവിടെ ജോലി ചെയ്യാം? കഹാ ഖാം കർത്താ ഹേ? എവിടെയാണ്? ഹാ ഖേത്ത് മേം അല്ലേ? എന്താ ജോലി? ക്യാ കാം കർത്താ ഹേ? എന്താ ജോലി? കോൺസാ കാം ഹേ? ഹാ ഖേത്തി ബാടി കർത്താ ഹേ അല്ലേ? ഖേത്തി ബാടി കർത്താ ഹേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. കിസാൻ ഖേത്ത് മേം ഖേത്തി ബാടി കർത്താ ഹേ അല്ലേ? എല്ലാം വന്നല്ലോ. കിസാൻ ഖേത്ത് മേം ഖേത്തി ബാടി കർത്താ ഹേ. ഓക്കെ. മറ്റൊന്ന് ഡാക്ടർ അല്ലെങ്കിൽ തബീബ്. अस्पताल में इलाज करता है. अस्पताल हॉस्पिटल, इलाज പരിശോധന അല്ലേ? ഡാക്ടർ अस्पताल में इलाज करता है. ഇനി മറ്റൊന്ന് ഉസ്താദ് അല്ലെങ്കിൽ ടീച്ചർ. എവിടെ ജോലി ചെയ്യൽ? സ്കൂൾ യാ കോളേജ് അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ പറയും. ഉസ്താദ് സ്കൂൾ മേ പഠാത്താ ഹേ അല്ലേ? പഠിപ്പിക്കുകയാണ്. ഉസ്താദ് സ്കൂൾ മേ പഠാത്താ ഹേ. റെഡി? ഇങ്ങനെ നമുക്ക് പറയാം ഓരോ തൊഴിലുകളും. മാലി ബാഗ് മേ पेड़ और पौधों को देखभाल करता है. ബാഗ് മേം ശ്രദ്ധിച്ചല്ലോ. തോട്ടത്തിൽ. പേടോർ പൗധോം ദേഖ്ഭാൽ. ദേഖ്ഭാൽ എന്ന് പറഞ്ഞാൽ വളർത്തുക, നട്ടു വളർത്തുക, പരിപാലിക്കുക എന്നർത്ഥത്തിൽ. ഓക്കെ. ഇനി മറ്റൊന്ന് ദുഖാൻദാർ. ദുഖാൻ മേം സാമാൻ ബേജ്താ ഹേ. കടയിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾ. ഇനി മറ്റൊരു ഭാഗം നോക്കൂ. ലക്കഡ് ഹാറ. ലക്കഡ് ഹാറ മരം വെട്ടുകാരൻ, വിറകു പണിക്കാരൻ. എന്താണ് വിറക്? എന്തുകൊണ്ട്? മരം അല്ലേ? ലക്കടി. ലക്കടി ഘാട്ടുകർ ബേജ്താ ഹേ. ലക്കടി എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം. ലക്കടി ഘാട്ടുകർ ബേജ്താ ഹേ. മറ്റൊന്ന് ഭടയി, ആശാരി. ഭടയി എന്തിലാ ജോലി എടുക്കുക?
लकड़ी से चीज़ें बनाता है. ലക്കടി സെ ചീസെ ബനാത്ത ഹെ. ലക്കടി നേരത്തെ പറഞ്ഞു മരക്കഷ്ണം, മരക്കഷ്ണങ്ങളെ കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കുക, അതാണ് ഭടയി. അടുത്തത് കുമാർ, കുശവൻ അല്ലേ. മിട്ടി കെ ബർത്തൻ ബനാത്ത ഹെ. മൺപാത്രം നിർമ്മിക്കുന്നവർ മിട്ടി കെ ബർത്തൻ ബനാത്ത ഹെ. സുനാർ, സുനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പണിക്കാരൻ. സോനെ സെ കാം കർത്താ ഹെ. സോനെ സ്വർണം, സോന സോനെ സ്വർണം. ദർസി കപ്പടെ സീൻത്തെ ഹെ. വസ്ത്രം തുന്നുന്നവർ, ആ പണിയെടുക്കുന്നതാണ് ദർസി. ധോബി കപ്പടെ ധോത്താ ഹെ. അലക്കുകാരൻ കപ്പടെ ധോത്താ ഹെ. ठीक है बच्चों, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും മറ്റു ചില മത്സര പരീക്ഷകൾക്ക് വന്ന ചോദ്യങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കാം. തയ്യാർ ഹന ജി? വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം. 2020 USS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ഇൻമേ നാമുനാസിബ് ലഫ്സ് കോൻസാ ഹെ? ഓപ്ഷൻ എ ഡർന, ഓപ്ഷൻ ബി ഡാക്കിയ, ഓപ്ഷൻ സി ഡാക് ടിക്കറ്റ്, ഓപ്ഷൻ ഡി ഡാക് ഘർ. ഇവിടെ ഡാക്കിയ എന്നത് ഒരു പേശവറാണ്, ഒരു ജോലിക്കാരനാണ്. वो डाक घर में काम करता है. डाकिया डाक घर में काम करता है. അതുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് ഡാക് ടിക്കറ്റ്. ഇവിടെ നാമുനാസിബായ ലഫ്സ് ഓപ്ഷൻ എ ഡർന എന്നതാണ്. ഡാക്കിയ പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ വർക്ക് ചെയ്യുന്ന ഡാക് ഘർ പോസ്റ്റ് ഓഫീസാണ്. ഡാക് ടിക്കറ്റ് എന്നാൽ സ്റ്റാമ്പാണ്. എന്നാൽ ഓപ്ഷൻ എ ഡർന എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നതാണ് അർത്ഥം. അതുകൊണ്ട് കൂട്ടത്തിൽപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. മറ്റൊരു ചോദ്യം 2020 തന്നെ USS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ഇൻമേ ഏക് സഹി ജോഡ് നഹി ഹെ, ചുൻകർ ലിഖിയെ. ഇത് നമ്മുടെ വിഷയവുമായി ചെറിയൊരു ബന്ധം എന്ന് പറയാം. ഓപ്ഷൻ എ ദുൽഹ ദുൽഹൻ, ഓപ്ഷൻ ബി നൗക്കർ നൗക്കറാനി, ഓപ്ഷൻ സി നാക്ക് നാനി, ഓപ്ഷൻ ഡി ഷേർ ഷേർനി. ഇതുവരെ നാം ചർച്ച ചെയ്ത വിഷയം പേശ പേശവർ ആണ്. മറ്റൊരു പദമാണ് നൗക്കർ എന്നത്. നൗക്കറിൻ്റെ സ്ത്രീലിംഗ രൂപം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നൗക്കർ എന്നതിൻ്റെ സ്ത്രീലിംഗം നൗക്കറാനി എന്നതാണ്. ഷേർ എന്നതിൻ്റെ ഷേർണിയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദുൽഹ എന്നതിൻ്റെ ദുൽഹൻ എന്നതാണ്. നാക്ക് എന്നതിൻ്റേത് നാനി എന്നത് അല്ല. നാന നാനി എന്നത് ശരിയായ പ്രയോഗമാണ്. നാക്ക് ഏക്ക് ആസാ ക നാം ഹെ, ഏക്ക് ഉസു ക നാം ഹെ, ഒരു അവയവത്തിൻ്റെ പേരാണ്. നാനി ഏക്ക് റിഷ്തെദാർ ഹെ, ഒരു റിഷ്തെദാറാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആകുന്നു. 2018 അല്ലാമ ഇഖ്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സംസ്ഥാനതല മത്സരം 7ാം ക്ലാസ്സിനും അതുപോലെ 6ാം ക്ലാസ്സിനും വന്ന ചോദ്യമാണിത്. മിട്ടി സേ കാം കർനെ വാലോं को क्या कहते हैं? मिट्टी से काम करने वालों को क्या कहते हैं? लोहार,
ऑप्शन बी कुम्हार, ऑप्शन सी सुनार, ऑप्शन डी चमार। मिट्टी से काम करने वालों को क्या कहते हैं? മണ്ണ് കൊണ്ട് ജോലി ചെയ്യുന്നവരെ എന്താണ് വിളിക്കുക? ലോഹാർ കൊല്ലപ്പണിക്കാരൻ, കുംഹാർ കുശവൻ, സുനാർ സ്വർണ്ണപ്പണിക്കാരൻ, ഡി ചമാർ ലെതർ വർക്കർ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇതേ ചോദ്യം 6ാം ക്ലാസ്സിനും ചോദിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓപ്ഷൻ എ സുനാർ സ്വർണ്ണപ്പണിക്കാരൻ, കുമാറാണ് ശരിയായ ഉത്തരം. ലോഹാർ കൊല്ലൻ ഓർ ഓപ്ഷൻ ഡി ജലാഹ. ജലാഹ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരൻ. ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ് ശരിയായ ഉത്തരം. മിട്ടി കൊണ്ട് ജോലിയെടുക്കുന്നത് കുംഹാറാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്തെല്ലാം ബർത്തനുകളാണ് അവർ ഉണ്ടാക്കുന്നത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. 6ാം ക്ലാസ്സിലെ ബർത്തനുകളുടെ പേരെഴുതാനുള്ള പ്രവർത്തനമൊക്കെ നാം പഠിച്ചതാണ്. അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റിൻ്റെ ജില്ലാതലത്തിൽ 2019 7ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യമാണ് മടക്കി കോൻ ബനാത്താ ഹേ. മടക്കി കോൻ ബനാത്താ ഹേ ആരാണ് ഉണ്ടാക്കുന്നത്? സുനാർ, ലോഹാർ, കുംഹാർ, കിസാൻ. കുമാറാണ് മടക്കി ക ബർത്തൻ ബനാത്താ ഹേ. കുമാർ തന്നെയാണ് മടക്കി ഉണ്ടാക്കുന്നത്. ഓക്കെ. 2018 അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സംസ്ഥാനതല മത്സരത്തിൽ 7ാം ക്ലാസ്സിന് ചോദിച്ച ചോദ്യം അനാജ് ഓർ തർക്കാരിയാം കോൻ ബനാത്താ ഹേ. അനാജ് ഓർ തർക്കാരിയാ കോൻ ബനാത്താ ഹേ. ഓപ്ഷൻ എ സുനാർ, ഓപ്ഷൻ ബി കിസാൻ, ഓപ്ഷൻ സി മാലി, ഓപ്ഷൻ ഡി കുംഹാർ. അനാജ് തർക്കാരി എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളും പച്ചക്കറികളും ആരാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ചോദ്യം. സുനാർ സ്വർണ്ണപ്പണിക്കാരൻ അല്ല, മാലി തോട്ടക്കാരനല്ല, കുംഹാർ കൊശവനല്ല, ഓപ്ഷൻ ബി കിസാൻ കർഷകൻ. ശരിയായ ഉത്തരം കർഷകൻ ഓപ്ഷൻ ബി ആണ്. ഇതേ ചോദ്യം മറ്റൊരു തരത്തിൽ 2018 അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സംസ്ഥാനതല മത്സരത്തിൽ 5ാം ക്ലാസ്സിന് ചോദിച്ചിരിക്കുന്നു മേ തർക്കാരിയാ पैदा करता हूँ. मैं तरकारियाँ पैदा करता हूँ. ऑप्शन ए कुम्हार, ऑप्शन बी लोहार, ऑप्शन सी किसान, ऑप्शन डी सुनार. मैं ഞാൻ തർക്കാരിയാം പച്ചക്കറികൾ पैदा करता हूँ ഉണ്ടാക്കുന്നവനാണ്. ആരാണ് തർക്കാരികൾ ഉണ്ടാക്കുന്നത്? നേരത്തെ നാം ചർച്ച ചെയ്ത അതേ വിഷയം തന്നെ. ഓപ്ഷൻ സി കിസാൻ ആണ് ശരിയായ ഉത്തരം. 2018 അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സംസ്ഥാനതല മത്സരത്തിൽ 6ാം ക്ലാസ്സിന് വന്ന ചോദ്യം നാ മുനാസിബ് ലഫ്സ് ചുൻകർ ലിഖിയേ. മുനാസിബല്ലാത്ത യോജിക്കാത്ത പദം തെരഞ്ഞെടുത്ത് എഴുതൂ. ഓപ്ഷൻ എ ഡാക്ടർ, ഓപ്ഷൻ ബി ദവ, ഓപ്ഷൻ സി ഇലാജ്, ഓപ്ഷൻ ഡി തുഹ്ഫ. നാം ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഡോക്ടർ അസ്പതാൽ മേ കാം കർത്താ ഹെ. ഡോക്ടർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇലാജ് കർത്താ ഹെ ചികിത്സിക്കുന്നു. ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യും? ദവ ദേത്താ ഹെ ദവ കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. അപ്പോൾ ഡോക്ടർ എന്നും ഇലാജ് എന്നും ദവ എന്നതും ഒരേ ഗണത്തിൽപ്പെടുന്ന പദങ്ങളാണ്. അപ്പോൾ നാമുനാസിബായ പദം ഇവിടെ തുഹ്ഫ എന്നതാണ്. തുഹ്ഫ എന്നാൽ സമ്മാനം എന്നതാണ് അർത്ഥം. 2019 അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സബ് ജില്ലാതല മത്സരത്തിൽ 7ാം ക്ലാസ്സിന് വന്ന ചോദ്യം ദർസി കപ്പട ബഡൈ സമം ഡാഷ്. ദർസി എന്നത് കപ്പടയാണെങ്കിൽ ബഡൈ എന്നാൽ എന്തായിരിക്കും എന്നതാണ് ചോദ്യം. ദർസി എന്നാൽ തുന്നൽക്കാരൻ, കപ്പട എന്നാൽ വസ്ത്രം, ബഡൈ എന്നാൽ ആശാരി. അപ്പോൾ തൊട്ടപ്പുറത്ത് എന്തായിരിക്കുമെന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ പത്തർ, ഓപ്ഷൻ ബി ലക്കടി, ഓപ്ഷൻ സി സേവർ, ഓപ്ഷൻ ഡി മിട്ടി. പത്തർ എന്നാൽ
കല്ലാണ്. കല്ലുകൊണ്ട് പണിയെടുക്കുന്നത് രാജാണ്. രാജ് പത്തർ സെ കാം കർത്താ ഹെ. ഓപ്ഷൻ ബി ലക്കടി. ലക്കടി എന്നാൽ മരക്കഷ്ണം. മരക്കഷ്ണം കൊണ്ട് ഫർണിച്ചർ ബനാനെ വാല കാം കർനെ വാല ബഢയി ഹെ. ഓപ്ഷൻ സി സേവർ എന്നാലോ ആഭരണം എന്നാണ് അർത്ഥം. സുനാർ സോനെ സെ സേവർ ബനാത്താ ഹെ. സുനാർ സ്വർണം കൊണ്ട് സേവർ ബനാത്താ ഹെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. മിട്ടി സെ കാം കർനെ വാല നാം നേരത്തെ പറഞ്ഞല്ലോ കുമാറാണ്. ഇവിടെ ബഡൈ എന്നതായതുകൊണ്ട് ശരിയായ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ലക്കടിയാണ് ശരിയായ ഉത്തരം.